ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ എന്ത് നല്ല ഭാഗ്യം ചെയ്തവരാന്ന്. കാരണം അവർക്കൊക്കെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മളെല്ലാം ഇന്നെല്ലാം വാങ്ങിക്കൊടുക്കും അല്ലേ. ആദ്യമൊക്കെ ഇങ്ങനത്തെ ഒരു ലഞ്ച് ബോക്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റ് മാത്രം സ്കൂൾക്ക് കൊണ്ടേയൊക്കെ ശീലമായിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബോക്സിനൊക്കെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ റെയറായിരുന്നു. കാരണം പുറത്തൊക്കെ പോയി വരുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. അന്നൊക്കെ ഇതിന് വേണ്ടി കൊതിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു മോൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മീഷോന്നോ ഫ്ലിപ്കാർട്ടിന്നോ ഒക്കെ അങ്ങനെ സെർച്ച് ചെയ്യും. ഫോട്ടോസൊക്കെ ഓനക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഓൻ തന്നെ അതിന് സെലക്ട് ചെയ്യും. ഇപ്പോൾ സ്കൂൾ തുറന്ന സമയത്ത് നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ കോംബോ ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനും ഓനോട് ഒന്നിച്ചിരുന്നിട്ടാട്ടോ നോക്കിയത്. അപ്പോൾ ജസ്റ്റ് ആ ഫോട്ടോ കണ്ടപ്പോൾ ഓൻ തന്നെ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇത് മതി മെച്ചേന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഗിന് മാച്ച് ആയിട്ടുള്ളതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓനക്ക് ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ആ ലഞ്ച് ബോക്സിൻ്റെ സെയിം തീമായിരുന്നു കേട്ടോ. നമ്മൾ മൊത്തം വാട്ടർ ബോട്ടിലും ബോക്സും ഒക്കെ ആ ഒരു തീമിന്. പക്ഷെ വന്നപ്പോൾ വാട്ടർ ബോട്ടിൽ വേറെ തീം, മറ്റേ ബോക്സ് വേറെ തീം, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഓന് പറഞ്ഞു എനിക്കിത് വേണ്ട, എനിക്കിത് മാറ്റി തരികയായിരുന്നു. അങ്ങനെ അത് റിട്ടേൺ അടിച്ചിട്ട് പഴയ പോലെ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നോക്കുക, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇങ്ങനെ ഞെക്കിയാൽ ഇങ്ങനെ ഞെങ്ങണ ടൈപ്പ് ബോട്ടിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇതിൻ്റെ വില അത്രയേ ഉള്ളൂ. ഇത് തന്നെ ഒന്ന് ആലോചിക്കുക, വെറും 271 രൂപക്കാണ് ഈ 3 എണ്ണത്തിൻ്റെ കോംബോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. 271 രൂപക്ക് ഈ 3 എണ്ണത്തിനും കൂടെയുള്ള റേറ്റാണ് കേട്ടോ പറഞ്ഞത്. ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം, അപ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. മീഷോയിൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ ശരിക്കും നമ്മളൊന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ചീപ്പായിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. സെയിം ആ ഒരു ബ്ലൂ ആൻഡ് റെഡ് തീമിലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ 3 തീമായിട്ടാണ് വന്നത്. കാരണം അതിലുള്ള ഓപ്ഷൻസ് ഈ 3 തീമാണ്. പക്ഷെ 3 ഓരോ പീസ് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മോനിത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം അവൻ്റെ സന്തോഷമാണല്ലോ എനിക്ക് ഏറ്റവും വലുത്. കാരണം അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഇഷ്ടത്തിന് വാങ്ങിച്ചാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് റിട്ടേൺ അടിച്ച് വേറെ പുതിയത് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. പക്ഷേ ഞാനിത് മോനക്ക് സ്നാക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. കാരണം അവർക്ക് സ്കൂളിൽ ചോറൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ, ഗവൺമെൻറ് സ്കൂളല്ലേ. കണ്ടോ സ്റ്റീലിൻ്റെ കോട്ടിങ്ങൊക്കെ ഉള്ള ഈ ഒരു പാത്രം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എല്ലാവർക്കും ഇത് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമുക്ക് കറികളോ എന്തെങ്കിലും കൂട്ടാനോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേറൊരു സംഭവം കൂടെ, വേറെ ചെറിയൊരു കണ്ടെയ്നർ ഇതിൻ്റെ മേലെ വരുന്നുണ്ട്. ഇതാരും കാണാത്തതും ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ പ്രൈസാണ് ഞാൻ പറയണത്. ഈ 3 എണ്ണത്തിനും കൂടെ എനിക്ക് ആയിട്ടുള്ള വെറും 271 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കണം താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ സൈക്കോ ഷോപ്പിൽ നിന്നുള്ള പേജ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻബോക്സിലേക്ക് വരും കേട്ടോ. ഇൻസ്റ്റാഗ്രാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.